സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്നത്. 11 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവതരമായ ഒരു മഴ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ചേരുന്നു. ഒപ്പം തന്നെ മറ്റു ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ മഴയുടെ വിവരങ്ങളുമായി നിങ്ങളോടൊപ്പം ചേരും. ഷീജ, ഇന്ന് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പായി നൽകിയിരിക്കുന്നത്? ഒപ്പം തന്നെ മഴയുടെ സാഹചര്യം തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? മനു, പ്രധാനമായും സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തമായത് മുതൽ അതിതീവ്രമായ മഴ വരെ നിലവിലിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇന്നിപ്പോൾ 11 ജില്ലകളിലാണ് റെഡ് അലേർട്ട്, അതായത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റ് 11 ജില്ലകളിലും റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ വരെയും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മഴയ്ക്ക് ഒരല്പം ശമനം കുറച്ച് സമയമായി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ മഴ കനക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ശക്തമായ കാറ്റ് വീശിയടിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി ഈ കാലവർഷം സൃഷ്ടിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകുന്ന ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നു. അത് ഇപ്പോഴും മലയോര മേഖലയിൽ അടക്കം തുടരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശം. ജനങ്ങളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങളോട് താലൂക്ക് അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ട നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും വിനോദസഞ്ചാര മേഖലയിലേക്ക് ജനങ്ങൾ ആരും തന്നെ പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അത് ജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് നമുക്കും പറയുവാനുള്ളത്. ക്വാറി ഖനന പ്രവർത്തനങ്ങൾ ഒക്കെ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിച്ചേ മതിയാകൂ. അതിന് പ്രധാന കാരണം ഈ കാറ്റ് അത്ര വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത് എന്നുള്ളതാണ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത്. അത് വലിയ തോതിൽ നാശനഷ്ടം സംസ്ഥാന വ്യാപകമായി ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കയിടങ്ങളിലും കൃഷിനാശം അടക്കം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും ഈ രീതിയിൽ അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാന വ്യാപകമായി തന്നെ വരും ദിവസങ്ങളിലും തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള മഴ തന്നെ അതിശക്തമായ രീതിയിലാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരാഴ്ചയിൽ ആ രീതിയിൽ അതിശക്തമായ മഴ സംസ്ഥാന വ്യാപകമായി ലഭിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ താഴെത്തട്ടിലേക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് നൽകുന്നത് അത് ജനങ്ങൾ പാലിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. മനു, ശരി, ഏതായാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. ഷീജ തുടരുക.